കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പലത്തിൽ പോകാൻ സാരി ഉടുത്ത് സുന്ദരിയായി എത്തിയ നിധിക്ക് നേരത്തെ തന്നെ വാങ്ങിവെച്ച മുല്ലപ്പ് കൊണ്ടു കൊടുക്കുന്നുണ്ട് സുധീഷ്. അവൾ മുല്ലപ്പ് ചൂടാനൊരുങ്ങുമ്പോഴേക്കും നികേഷും തൻ്റെ ഫോണെടുത്ത് സുധീഷിനോടായി സുധീഷ് ഏട്ടാ ചേർന്ന് നിൽക്ക് എന്ന് മെല്ലെ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. നിധി അതൊന്നും അറിയാതെ തൻ്റെ തലയിൽ മുല്ലപ്പ് ചൂടാണ്. അപ്പോഴേക്കും സുനന്ദയും അമ്മായിയും അമ്പലത്തിൽ പോകാൻ റെഡിയായി അങ്ങോട്ട് എത്തുന്നുണ്ട്. ആഹാ, നിങ്ങൾ റെഡിയായോ എന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ഞങ്ങൾ റെഡിയായി എന്ന് നികേഷ് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാല്ലേ എന്നവൾ പറയുമ്പോൾ ശരി എന്ന് അവരും സമ്മതിക്കാണ്. വേഗം ഇറങ്ങാം, അമ്പലത്തിൽ പോയിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്ന് അമ്മായി പറയുമ്പോഴേക്കും അവിടെ പോയിട്ട് എന്ത് കാര്യ എന്ന് ഹരീഷും നികേഷിനോടായി മെല്ലെ പറയുന്നുണ്ട്. ഒരുമിച്ച് പോയാൽ പോരെ അമ്മേ എന്ന് സുനന്ദ ചോദിക്കുമ്പോഴേക്കും പറയുന്നത് മനസ്സിലാക്കുന്നീ എന്ന് മെല്ലെ സുനന്ദയോടായി അമ്മ പറയുന്നുണ്ട്. നമുക്ക് പോയാലോ മോനെ എന്ന് അശ്വിനെ നോക്കി ലളിത ചോദിക്കുമ്പോൾ ശരി അമ്മേ എന്ന് പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അമ്പലത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് സുനന്ദയും അവരുടെ പുറകെ പോവാണ്. അപ്പോഴേക്കും ചാന്ദിനിയും റെഡിയായി അങ്ങോട്ട് വരുന്നുണ്ട്. ചാന്ദിനി ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്ന് നികേഷ് പറയുമ്പോൾ ചാന്ദിനി ഒന്നും മനസ്സിലാവാത്ത പോലെ അവനെ നോക്കുന്നുണ്ട്. ഡ്രസ്സ് ബഹുത്ത് അച്ചാ ഹേ എന്നവൻ പറയുമ്പോൾ ശുക്രിയ എന്നൊരു ചിരിയോടെ അവളും പറയാണ്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടനും അങ്ങോട്ട് വന്ന് നിങ്ങൾ ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനെവിടെ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ രാവിലെ വരുന്നത് കണ്ടു, പിന്നെ കണ്ടില്ല, അമ്പലത്തിലുണ്ടാവും എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും എങ്കിൽ ശരി വാ നമുക്കും പോയേക്കാം എന്നും പറഞ്ഞ് എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മണിച്ചേട്ടൻ അവരെല്ലാവരെയും കൂടി തറവാട്ടമ്പലത്തിലേക്ക് എത്താണ്. കാറിൽ നിന്നിറങ്ങിയ എല്ലാവരോടുമായി മണിച്ചേട്ടൻ അമ്പലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പ്രതിഷ്ഠകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും 3-4 പേരുടെ കൂടെ അങ്ങോട്ട് നടന്നു വരുന്നത് അവർ കാണുന്നുണ്ട്. അതാ അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. എന്താടാ ഇത്ര വൈകിയേ? ഞാൻ രാവിലെ വന്ന് തൊഴുതു എന്ന് അച്ഛൻ പറയുമ്പോൾ ഭാസ്കരേട്ടൻ്റെ വക ഒരു റൗണ്ട് തൊഴലും വഴിപാടൊക്കെ കഴിഞ്ഞു എന്ന് മണിച്ചേട്ടൻ പറയുമ്പോഴേക്കും ഞാനൊരു അഷ്ടൈശ്വര്യ പൂജയ്ക്ക് ചീട്ടാക്കിയിട്ടുണ്ട്. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, സന്താനലക്ഷ്മി, ഗജലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി, ഈ 8 ലക്ഷ്മിമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട അല്ലേ പ്രസിഡന്റ് എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും അതെ അതെ എന്ന് കൂടെയുള്ള ആളും പറയുന്നുണ്ട്. ഇന്നലത്തെ അന്യനിൽ നിന്ന് അമ്പിയായി മാറിയോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്താടാ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ അമ്പലം പ്രസിഡന്റിനെ തൻ്റെ മക്കളെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഇവിടുത്തെ പ്രസിഡന്റ് കുമാർ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു എന്ന് ഭാസ്കരൻ പറയുമ്പോൾ പാവല്ലേ എന്ന് നികേഷ് സുധീഷിനോടായി പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇങ്ങോട്ട് വന്നല്ലോ, ഇനി വൈകിക്കേണ്ട, എല്ലാവരും ചെയ്യുന്ന പ്രാർത്ഥിക്ക് എന്നയാൾ പറയുമ്പോഴേക്കും അതെ എന്നും പറഞ്ഞ് അമ്മായി അങ്ങോട്ട് വരുന്നുണ്ട്. ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് ഞാൻ ആദ്യം അറിയട്ടെ, എന്നിട്ട് മതി പ്രാർത്ഥന എന്നമ്മായി പറയുമ്പോൾ എന്താ ചെരുപ്പൂരാനാണോ എന്ന് നികേഷും സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. അതൊന്നും ആയിരിക്കില്ലടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. പ്രസിഡന്റ്, ഞങ്ങളടക്കം 17 കുടുംബങ്ങളുടെ തറവാട്ടമ്പലം ഇത്. ഞങ്ങൾ വർഷാവർഷം അമ്പലത്തിന് വേണ്ടി ഒരു തുക തരാറുണ്ട്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇവർ ഈ അമ്പലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ആ തുക മുഴുവൻ വാങ്ങാതെ ഇവരെ പൂജ ചെയ്യാൻ സമ്മതിക്കരുത്. എന്തിനാ സുനന്ദേ നമ്മൾ ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നേ എന്ന് അശ്വൻ സുനന്ദയോടായി ചോദിക്കുമ്പോഴേക്കും അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ എന്ന് സുനന്ദയും പറയുന്നുണ്ട്. ഇത്രയും കാലത്തെ കണക്ക് വെച്ചാൽ അതൊരു വലിയ തുകയാവില്ലേ? അത്രയും തുക ഇത്ര പെട്ടെന്ന് ഇവരെങ്ങനെ തരാനാ എന്ന് പ്രസിഡന്റ് ചോദിക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും തരണം, ഇത്രയും കാലം തറവാടും അമ്പലവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നടന്നവരല്ലേ എന്ന് ലളിത പറയുമ്പോഴേക്കും എടി പൂതനെ, നിന്നെക്കാളും നേരത്തെ തറവാടും അമ്പലവും ഒക്കെ കണ്ടവനാ ഞാൻ. അതുകൊണ്ട് തറവാട്ടമ്പലത്തിന്റെ മുടക്ക് എങ്ങനെ തീർക്കാന്ന് ഞാൻ നേരത്തെ തന്നെ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട്, കേട്ടല്ലോ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും മണിച്ചേട്ടനും അവരോടായി നിങ്ങൾ ഇനി മുതലുള്ള വിഹിതത്തിന്റെ കാര്യം ചിന്തിച്ചാൽ മതി ഭാസ്കരേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ലളിതേച്ചി നിങ്ങളുടെ മുടക്കിന്റെ കാര്യവും ഞാൻ തന്നെയല്ലേ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് എന്ന് മണിച്ചേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ടാണോടി നീ എന്നോട് ഇത്രയും സംസാരിക്കാൻ വന്നത് എന്ന് ഭാസ്കരനും ലളിതയോടായി ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രസിഡന്റും ഭാസ്കരേട്ടാ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് വഴക്കും തർക്കമൊന്നും വേണ്ട, ഇവിടെ എല്ലാവരും വരുന്നത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാനാ, ആദ്യം അത് നടക്കട്ടെ, നിങ്ങളെല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കേ എന്ന് പറയുമ്പോഴേക്കും ചേട്ടാ ഇനി മുതൽ ഞങ്ങളെല്ലാം നോക്കിയും കണ്ട് ചെയ്തോളാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. അത് മതി, നിങ്ങൾ ചെല്ലേ എന്ന് പ്രസിഡന്റ് പറയാണ്. സുഭാഷും കൂട്ടരും പ്രാർത്ഥിക്കാനായി നടയിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ചെല്ലേ എന്ന് ലളിതയോടായി പറയുമ്പോഴേക്കും ലളിതയും അങ്ങോട്ട് ചെല്ലാണ്. പൂജാരി പൂജയ്ക്ക് ശേഷം പ്രസാദവുമായി നടയിലേക്ക് വരുന്നുണ്ട്. മക്കളായിരിക്കും അല്ലേ എന്ന് ഭാസ്കരനോട് ചോദിക്കുമ്പോൾ അതേ എന്നും ഭാസ്കരനും പറയാണ്. പൂജാരി അവർക്കെല്ലാവർക്കും പ്രസാദം കൊടുത്തതിന് ശേഷം ഇത്രയും കാലം വന്നില്ലെങ്കിൽ എന്താ, ഭഗവതിക്ക് കാണണം തോന്നിയപ്പോൾ ഇങ്ങോട്ട് എത്തിച്ചില്ലേ, നന്നായി പ്രാർത്ഥിച്ചോളൂ, എല്ലാം നടക്കും എന്ന് പൂജാരിയും പറയുന്നുണ്ട്. സുധീഷും ലളിതയെ നോക്കിക്കൊണ്ട് ഭഗവതിക്ക് മുന്നിൽ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കേണ്ട അമ്മായി, പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും നമ്മൾ മുടിഞ്ഞു പോകണമെന്നല്ലേ പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതിനെന്തായാലും ഫലം കിട്ടാൻ പോകുന്നില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. സുനന്ദയെ നമുക്ക് പ്രദക്ഷിണം വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അശ്വിൻ സുനന്ദയും കൂട്ടി പോകുമ്പോഴേക്കും അമ്മായി ചെല്ലുന്നില്ലേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. പൂതനെ ചെന്ന് പ്രദക്ഷിണം വയ്ക്കേ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും ലളിതയും ദേഷ്യത്തോടെ അവരുടെ പുറകെ പോകുന്നുണ്ട്. സുധീഷും അവരെ നോക്കി ചിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് നോക്കി ചിരിക്കാതെ നേരെ നോക്കി പ്രാർത്ഥിക്കേ എന്ന് നിധിയും സുധീഷിനോടായി പറയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരിടത്ത് പോയി ഇരിക്കുമ്പോഴേക്കും അച്ഛനും ഒരാൾ അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ട് ഇറ്റാളാ
എന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. ഭാസ്കരനോ എത്ര നാളായി കണ്ടിട്ട് എന്ന് പറയുമ്പോഴേക്കും വാ പറയാം എന്ന് പറഞ്ഞ് ഭാസ്കരൻ അയാളുടെ തോളി കൈയിട്ട് അയാളുടെ കൂടെ നടന്നു പോകുന്നുണ്ട്. ഇറ്റാമനോ അതെന്തു പേരാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് തന്നെ ഞാനും ശ്രദ്ധിച്ചു, ഇറ്റാമൻ. ദേഷ്യം വരുമ്പോഴൊക്കെ വിളിക്കാൻ എളുപ്പമായിരിക്കും, ഡാ ഇറ്റാമ്മ എന്ന് നികേഷ് പെട്ടെന്ന് വിളിക്കുമ്പോഴേക്കും സുധീഷ് ഒരു ഞെട്ടലോടെ അവനെ നോക്കുന്നുണ്ട്. ഹരീഷും സുഭാഷും അവരെ നോക്കി ചിരിക്കാണ്. അവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സുഭാഷിന്റെ തലയിലെ പൂവ് ചാന്ദിനി മെല്ലെ തട്ടിക്കളയുന്നുണ്ട്. പാലോമേ ഫുൾ ഹേ എന്ന് പറഞ്ഞ് അവള് മുടിയിലെ പൂക്കളൊക്കെ തട്ടിക്കളയുന്നത് കണ്ട് എല്ലാവരും അവരെ തന്നെ ഒരു പുഞ്ചിരിയോടെ നോക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്ന സുനന്ദയെ സുഭാഷിനെ ഒന്ന് നോക്കാണ്. അവൾ അവരെ നോക്കുന്നത് കണ്ട് അമ്മയും സുനന്ദയോടെ ഡി സുനന്ദേ അശ്വിനെവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പുറത്ത് ഫോൺ ചെയ്യാൻ പോയിരിക്കുകയാണ് എന്ന് സുനന്ദ പറയുമ്പോൾ അപ്പുറത്ത് ഫോൺ ചെയ്യാൻ പോയിരിക്കുകയാണ്. പിന്നെ അമ്മേ അശ്വിൻ്റെ മുന്നിൽ നിന്ന് അമ്മ ഇവരോട് വഴക്കുണ്ടാക്കാനൊന്നും പോവല്ലേ, അശ്വിൻ എന്നോട് ചോദിക്കുക എന്ന് സുനന്ദ പറയുമ്പോൾ പിന്നെ ചോദിക്കേണ്ട കാര്യം ചോദിക്കണ്ടേ എന്ന് അമ്മയും പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ എന്തിനാ അവരിങ്ങോട്ട് വന്നേ, എന്തോ ഒരു കാര്യമുണ്ട് എന്നമ്മ പറയുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ, അഡ്രസ്സ് കൊടുത്തത് ഗംഗാധര മാമനല്ലേ എന്ന് സുനന്ദയും പറയുന്നുണ്ട്. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്, ഇവരുടെ അച്ഛനെ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയുന്നതല്ലേ, പിന്നെന്തിനാ ഗംഗേട്ടനോട് അഡ്രസ്സ് വാങ്ങിയത്, എന്തോ കാര്യമുണ്ട് എന്നൊക്കെ അമ്മായി പറയുമ്പോഴേക്കും മണിച്ചേട്ടനും സുഭാഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് തൊഴുതില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ തൊഴുതു എന്നെല്ലാവരും പറയുന്നുണ്ട്. നാളെ കർക്കിടക ഷഷ്ടിയാ, ഈ അമ്പലത്തിൽ അത് വലിയ വിശേഷ എന്ന് മണിച്ചേട്ടൻ പറയുമ്പോൾ എന്താ വിശേഷം എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേടാനോ അവരുടെ കഷ്ടകാലം മാറാനോ ഒക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തിലെ വേറെ ആരെങ്കിലും ഒരാൾ അവർക്ക് വേണ്ടി ശൂലം കുത്തി അമ്പലം പ്രദക്ഷിണം വയ്ക്കും, ശൂലം തുള്ളൽ, അതിനായി ധാരാളം ആളുകൾ ഇവിടെ വരും എന്ന് മണിച്ചേട്ടൻ പറയുമ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ മണിച്ചേട്ടാ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയല്ലേ, പണ്ടില്ലാത്ത എത്രയോ ആചാരങ്ങൾ ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നു എന്ന് മണിച്ചേട്ടൻ പറയുമ്പോൾ ചിലതൊക്കെ അനാചാരങ്ങളാണെന്ന് മാത്രം എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്നാലേ ഞാൻ അങ്ങോട്ട് പോവുക, ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഉച്ചയ്ക്ക് അന്നദാനം കഴിച്ചിട്ട് പോകാവൂ, എന്നാലേ പ്രാർത്ഥിച്ചതിന് ഫലം ഉണ്ടാവൂ എന്നും പറഞ്ഞ് മണിച്ചേട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്കൊക്കെ ഒന്ന് കറങ്ങി വന്നാലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ശരി എല്ലാവരും വാ എന്ന് നിധിയും പറയുന്നുണ്ട്. ഞാനില്ല, ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് സുഭാഷ് പറയുമ്പോൾ എന്നാൽ ഹരീഷ് വാ എന്ന് നിധി പറയുന്നുണ്ട്. സുധീഷ് അവനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കവേ ഞാനും ഇല്ല, എനിക്കൊന്ന് രണ്ട് ഫോൺ ചെയ്യാനുണ്ട് എന്ന് ഹരീഷും പറയാണ്. നിനക്കും ഫോൺ ചെയ്യാനുണ്ടോ എന്ന് നികേഷിനോട് ചോദിക്കുമ്പോൾ ഫോൺ ചെയ്യാനൊന്നുമില്ല, എന്നാലും ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ എന്ന് നികേഷും പറയാണ്. ആരും വരുന്നില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് വാ എന്ന് സുഭാഷ് ചേട്ടനും പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് നിധിയും സുധീഷും അമ്പലത്തിലൂടെ ചുറ്റി നടക്കുന്നതിനിടയിലെ സുധീഷെ അച്ഛൻ്റെ നാട് ഇതാണെന്ന് മനസ്സിലായി, അപ്പോൾ അമ്മയുടെ നാടോ എന്ന് നിധി ചോദിക്കുമ്പോൾ ഇത്രയും കാലം കൂടി ജീവിച്ച അച്ഛൻ്റെ നാട് ഇപ്പോഴാണ് മനസ്സിലാവുന്നേ, പിന്നെ ചെറുപ്പത്തിലെ മരിച്ച അമ്മയുടെ നാട് എങ്ങനെ മനസ്സിലാവാനാ, അവർ ഞങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല, ആരും ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല, ആകെ ഓർമ്മയുള്ളത് അമ്മയുടെ അമ്മ ഇടയ്ക്ക് ഞങ്ങളെ കാണാൻ വരുന്നതാ, വരുമ്പോൾ കുറേ പലഹാരങ്ങൾ കൊണ്ടുവരുമായിരുന്നു, പോകുമ്പോൾ 10 രൂപയുടെ നോട്ട് എല്ലാവരുടെയും കയ്യിലും വെച്ച് തരും. അമ്മ മരിച്ച പിന്നെ അമ്മമ്മ വരാണ്ടായി, പിന്നെ ഞങ്ങളും ആരെയും അന്വേഷിച്ചു പോയിട്ടില്ല, അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ വീട്ടിലേക്ക് വന്നു, ഞങ്ങളുടെ ലോകം തന്നെ മാറിപ്പോയി എന്ന് സുധീഷ് പറയേ. അങ്ങനെ ആരെയും അന്വേഷിച്ചു പോകണമെന്നൊന്നും തോന്നിയിട്ടില്ലേ എന്ന് നിധിയും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ ഇതാ ആ ഒരാളായിരുന്നു എന്ന് പറഞ്ഞ് സുഭാഷിനെ ചൂണ്ടുന്നുണ്ട് സുധീഷ്. അല്ല നിധി, താൻ എന്നോട് ചോദിച്ചത് സുഭാഷ് ചേട്ടനോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കാം, വാ എന്ന് പറഞ്ഞ് സുധീഷ് അങ്ങോട്ട് പോകാനൊരുങ്ങവേ ചാന്ദിനി സുഭാഷിൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പോകണ്ട എന്ന് സുധീഷ് പറയുമ്പോൾ അതെന്താ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ നമ്മുടെ കൂടെ വരാതിരുന്നത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എന്താ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഒരുമാതിരി ഒന്നും മനസ്സിലാവാത്ത പോലെ പൊട്ടം കളിക്കില്ലേ നിധി എന്ന് സുധീഷ് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല, എന്താ ഉദ്ദേശിച്ചെന്ന് പറ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടനെ ചാന്ദിനിയുടെ കൂടെ ഒറ്റയ്ക്ക് നടക്കാനാ നമ്മളെ ഒഴിവാക്കിയത് എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ നിങ്ങൾക്ക് ആരൊക്കെയാണെന്നാ പറഞ്ഞേ, അച്ഛനമ്മ ചേട്ടൻ, എന്നിട്ട് ഇത്ര കാലമായിട്ടും ആ ചേട്ടൻ്റെ മനസ്സിലായില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആകെ കള്ളത്തരമില്ലാത്തത് സുഭാഷ് ചേട്ടന് മാത്രമാണ് എന്ന് നിധി പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. എന്താ സംശയം, കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇയാൾക്കാ എന്ന് നിധി പറയുമ്പോൾ അവനൊന്ന് ചിരിക്കുന്നത് കണ്ട് സത്യം പറയുമ്പോൾ ചിരിച്ച് തള്ളിയിട്ട് ഒരു കാര്യമില്ല, വാ എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി സുഭാഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് നിധി. സുഭാഷ് ഏട്ടാ, നിധിക്കൊരു സംശയം, അത് ചോദിക്കാൻ വന്നതാ എന്ന് സുധീഷ് പറയുമ്പോൾ എന്താ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ നാട് മനസ്സിലായി, അമ്മയുടെ നാട് എവിടെയാ എന്ന് നിധി ചോദിക്കുമ്പോൾ ഇത്രയും കാലം അറിയാത്തത് ഇനി എന്തിനാ മോളെ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളെപ്പോലെ ആരെയും ഞാൻ കണ്ടിട്ടില്ല, സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒന്നുമില്ലാതെ എന്ന് നിധി പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കാവുന്നത് അവരെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടൊന്നല്ല മോളെ, ചില സാഹചര്യങ്ങൾ മനുഷ്യനെ അങ്ങനെ ആക്കുന്നതാ, അതുകൊണ്ട് കറങ്ങിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വാ നമുക്ക് അപ്പുറത്തേക്ക് പോവാം എന്ന് സുഭാഷ് പറയുമ്പോൾ വേണ്ട സുഭാഷ് ഏട്ടൻ പൊക്കോ, ഞങ്ങൾ വന്നേക്കാം എന്ന് സുധീഷും പറയുന്നുണ്ട്. സുഭാഷും ചാന്ദിനിയും നടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് എന്തായാലും കാണാൻ നല്ല ചേർച്ചയുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ എന്താ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്.
അല്ല, ഈ ഭാഷയും ദേശമൊക്കെ വേറെ ആണെങ്കിലും രണ്ടുപേരും ഒന്നിച്ച് നടന്നു പോകുന്നത് കാണാൻ നല്ല ചേർച്ചയുണ്ടെന്ന് പറഞ്ഞതാ എന്ന് സുധീഷും പറയുന്നുണ്ട്. അല്ല, ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു വയ്ക്കാൻ തോന്നിയോ തനിക്ക് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് ശരിയാ, ഒരു ഫോട്ടോ എടുത്തേ എന്നും പറഞ്ഞ് നിധി പോയി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സുധീഷും അവളുടെ ഫോട്ടോ എടുക്കാണ്. അതിനുശേഷം നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധിയും അത് സമ്മതിച്ചുകൊണ്ട് രണ്ടുപേർ ചേർന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് സുനന്ദ അമ്മയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എവിടെ പോയിരുന്നടി എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു എന്ന് സുനന്ദ പറയുമ്പോൾ അശ്വിനോ എന്ന് അമ്മയും ചോദിക്കുകയാണ്. അപ്പുറത്തുണ്ട്, ഇപ്പോൾ വരും എന്ന് അവളും പറയാണ്. സുധീഷും നിധിയും സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും എല്ലാവരും എന്തോ കുടിക്കുന്നത് കണ്ട് എന്താ കുടിക്കുന്നത്, ചായയാണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അല്ല, പായസം വേണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് സുധീഷും പറയാണ്. അപ്പോഴേക്കും മണിച്ചേട്ടനും അവർക്കുള്ള പായസമായി എത്തുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് സ്ത്രീകൾ അങ്ങോട്ട് വന്ന് നിങ്ങളൊക്കെ ആരാ, പുതിയ ആൾക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്നാ എന്ന് സുഭാഷും പറയുന്നുണ്ട്. തിരുവനന്തപുരത്തല്ലേ ലളിതയും എന്നവർ ചോദിക്കുമ്പോൾ മണിച്ചേട്ടനും അവരെ നോക്കിക്കൊണ്ട് എൻ്റെ ശാന്തേച്ചി, ആ ലളിതേച്ചിയില്ലേ, ലളിതേച്ചിയുടെ ചേട്ടനാ, അത് ചേട്ടൻ്റെ മക്കളാ, തിരുവനന്തപുരത്തു നിന്ന് വന്നതാ എന്ന് പറയുമ്പോൾ അത് കേട്ട് ശാന്തേച്ചിയും ഓ ഭാസ്കരനോ, മനസ്സിലായി, ഭാര്യയെ കൊന്ന് ജയിലിൽ പോയ ആളല്ലേ എന്നവർ പറയുമ്പോൾ ആ അത് തന്നെ, ആ പാപം ഇതുവരെ കഴുകി കളയാൻ പറ്റിയിട്ടില്ല, അതിന് വന്നതാ എന്ന് ലളിത പറയുമ്പോൾ എന്തൊക്കെയാ പറയുന്നതമ്മേ എന്ന് സുനിതയും ചോദിക്കുന്നുണ്ട്. സത്യം പറയാൻ എന്തിനാടി മടിക്കുന്നേ എന്നവർ പറയുമ്പോൾ ഭാസ്കരനും ദേഷ്യത്തോടെ അത് കേട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. മണിച്ചേട്ടനും ലളിതയെ നോക്കിക്കൊണ്ട് എൻ്റെ ലളിതയെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നറിയാത്ത കാര്യമല്ലേ, എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്തറിയാം മണി, നീ ഇവിടെ വന്നിട്ട് അധിക കാലമായില്ലല്ലോ, അമ്പലത്തിൽ വരാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഏജന്റിന് എല്ലാവരും നല്ലതായിട്ടേ തോന്നൂ, എന്നാൽ അറിയാവുന്നവർക്ക് അതൊന്നും അങ്ങനല്ലല്ലോ എന്ന് ലളിത പറയുമ്പോൾ നീ അമ്മായി സ്വത്ത് തർക്കം ഉണ്ടെന്ന് വെച്ച് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയരുത് എന്ന് സുഭാഷ് പറയുമ്പോൾ ഞാൻ മാത്രമാണോ പറയുന്നത്, നാട്ടുകാർ മുഴുവൻ പറയുന്നില്ലേ, നീ അവരുടെ വായ കൂടി അടച്ചു കേട്ടടാ എന്ന് ലളിത പറയുമ്പോൾ ലളിതയെ നോക്കിയിരിക്കുന്ന സുഭാഷിനെയും കൂട്ടരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കുടിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും